ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 5ാം ക്ലാസ്സിൻ്റെ 2025 ഹാഫ് ഇയർലി എക്സാം തജ്വീദുൽ ഖുർആൻ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം നമുക്ക് ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാം ജനുവരി 16-നും 17-നും പൊതുപരീക്ഷ എക്സാമാണ് വരുന്നത്. അപ്പം അത് എന്താണ്, അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ നബിദിന പരിപാടിയൊക്കെ ആയിട്ട് ആരും പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പോൾ എല്ലാവരും എന്താണ്, പൊതുപരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങണം, നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഈ മെസ്സേജുകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നമ്മൾ നോക്കാം. എന്താണ്, സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിയുന്ന ചെയ്തതിന് ഉദാഹരണം. സാക്കിനായ നൂന്, ഇദ്ഗാമും ബിയുന്ന, നൂനിന് ശേഷം ഇദ്ഗാം ബിയുന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് നൂനിൻ്റെ ശേഷം വരണം. ഇവിടെ ഫമിൻ നഫ്സിക്ക അല്ലേ, അപ്പോൾ നൂനിന് ശേഷം നൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിയുന്ന ചെയ്തത്. ഇവിടെ തൻവീനിന് ശേഷം നൂന്, ഇതും ഇദ്ഗാം ബിയുന്ന തന്നെയാണ്, പക്ഷെ തൻവീനാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം. തൻവീന് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്കത് ഉദാഹരണം. പിന്നെ ഇവിടെ മിൻ സൊൽസാലി, അത് സോദാണ്. സോദ് ഇഹ്ഫായിൻ്റെ ഹർഫാണ്. ഇനി ഹംസിൻ്റെ അക്ഷരങ്ങൾ, ഹംസിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? 10 എണ്ണാണ്. ഫഹസ്സഹു ഷഹ്സുൻ സഖത്ത്, ഇങ്ങനെ 10 ഹർഫുകളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. എന്താണ് ഹംസിൻ്റെ പ്രത്യേകത? എന്താണ്, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരും. ഇതാണ് ഹംസിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ തന്നെ തജ്വീദ് പാഠഭാഗം മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ഉപകാരപ്പെടുത്തണം. ഇനി വലിയ വീഡിയോ ആണെന്ന് തന്നെ ആരും സ്കിപ്പ് ചെയ്യേണ്ട, നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തജ്വീദ് പാഠഭാഗങ്ങൾ മുഴുവനും മനസ്സിലാക്കാം. ഇനി അടുത്തത് എന്താണ്, മദ്ദുൽ ലാസിമിന് ഉദാഹരണം. മദ്ദുൽ ലാസിം, ലാസിം ഹർഫിയും കലമിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്, അതാണ് ലാസിം, സ്ഥിരമായ സുക്കൂന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ മാ എന്ന് വന്ന, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സുക്കൂനുള്ള മീമുണ്ട് അല്ലേ, അതാണ് ഷദ്ദുള്ളൊരു അക്ഷരം. അപ്പോൾ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന്, അതാണ് മദ്ദുൽ ലാസിം. ലാസിം കലമി, കലിമത്തിലാണ് ഇത് വന്നത്, മനസ്സിലാക്കാം. ഇനി കൂ അംഫുസക്കും, മദ് ഇവിടെ അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഹംസ, ഇത് മദ്ദുൽ മുൻഫസിൽ. സൂ ഇൻ, ഇത് മദ് ഇവിടെ അതിനോട് ചേർന്നിട്ട് തന്നെ ഹംസയും വന്നു, ഇത് മുത്തസിലുമാണ് കേട്ടോ. അപ്പോൾ അത് മുത്തസിൽ, ലാസിം, മുൻഫസിൽ, അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാം. ഇനി ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ 7 എണ്ണം ഏതൊക്കെയാണ്? ഹുസ്സ ലോത്തിൻ കിള്, ഹുസ്സ ലോത്തിൻ കിള് എന്നതാണ്. അപ്പോൾ ഇവിടെ ഇസ്തീലായിൻ്റെ അക്ഷരത്തിൽ ഏതാണ്? ഹുസ്സ, സോദാണ്, സോദ്. ഹു, ഹ ആണ് വേണ്ടത്, ഹ അല്ല, ഹ ആണ്. അപ്പോൾ ഇവിടെ സോദാണ്, ഹുസ്സ ലോത്തിൻ കിള് എന്ന 7 അക്ഷരങ്ങൾ മനസ്സിലാക്കണം. ഹ, സോദ്, ലോദ്, ഓയിന്, തോ, ഖാഫ്, ലോ, ഈ 7 അക്ഷരങ്ങളാണ് ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്, ഉച്ചരിക്കുമ്പോൾ എല്ലാ സമയത്തും തഫീമായിട്ട് വായ നിറയെ ശബ്ദമുണ്ടാക്കി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് തഫീം. ഇനിയോ അജിദ് കത്തിംബക്കത്ത്, അജിദ് കത്തിംബക്കത്ത്, ഇത് ഷിദ്ദത്തിൻ്റെ ഹർഫുകളാണ്, ഷിദ്ദത്തിൻ്റെ. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ല, അതാണ് ഷിദ്ദത്തിൻ്റെ പ്രത്യേകത. അജിദ് കത്തിംബക്കത്ത്, ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ല. ഇനിയോ രിഹ്വ, രിഹ്വ എന്താണ്? 16 അക്ഷരങ്ങളാണ്. അജിദ് കത്തിംബക്കത്ത് എന്ന ഈ 8 അക്ഷരങ്ങളും ലിൻ ഉമർ എന്ന തവസ്സുത്തിൻ്റെ 5 അക്ഷരങ്ങളും കഴിച്ച് ബാക്കിയുള്ള 16 അക്ഷരങ്ങൾ റിഹ്വിൻ്റെതാണ്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഷിദ്ദത്തിനേക്കാളും തവസ്സുത്തിനേക്കാളും അക്ഷരങ്ങൾ നീളണം, അതാണ് റിഹ്വിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത. ഹംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മനസ്സിലാക്കാം. ഇനി 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധം, അത് ലാസിമാണ്. ലാസിം 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. ആരിൽ നീട്ടാവുന്നതാണ്. മുത്തസിൽ 3.5 അലിഫാണ്, 3.5 അലിഫ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. മഹ്റജുകളാണ്.
നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് മാറി വരാം, അപ്പോഴേ എഴുതാൻ കഴിയുള്ളൂ. ഇനി തിരിച്ച് ചോദ്യം വരും, ബാ ഇന്ന മഹ്റജ് ഏത്, തോ ഇന്ന മഹ്റജ് ഏത് എന്നൊക്കെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇവിടെ നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലോദ്. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും, ലോദ്. ഇനി 2 ചുണ്ടുകളാണ് മഹ്റജ്, 2 ചുണ്ടുകളാണ് മഹ്റജ്. ബാ ചുണ്ടുകൾ മഹ്റജായിട്ടുള്ളത് വാവും ബാവും മീമും ആണ്. അപ്പം ഇന്ന് ഇവിടെ ബ ആണ് വന്നത്. അപ്പം അതിൻ്റെ എ നമുക്കവിടെ നൽകണം. ഇനി നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കുമാണ് കാഫ്. ഓപ്ഷൻ ഇ. താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും, താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയുമാണ് ഫ. അപ്പം അതിൻ്റെ സി നമുക്ക് അവിടെ നൽകാം, ഫ. ഇനി നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും തോ. അതിൻ്റെ ബി നല്ല ബതുവ്. എന്തായാലും മനസ്സിലാക്കി പഠിക്കുക. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 എണ്ണാണ്, 18. ആ അക്ഷരങ്ങൾ നന്നായി മനസ്സിലാക്കണം. നാവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് വായുടെ ഉൾഭാഗത്തുനിന്ന് മധ്യായ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ ഇതാണ് വായുടെ ഉൾഭാഗത്തുനിന്ന്. ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമും നൂനും തരിമൂക്കാണ് മഹ്റജ്. പിന്നെ ഹൈഷൂം, തരിമൂക്ക്, ജൗഫ് വായുടെ ഉൾഭാഗം, ഷഫത്താനി 2 ചുണ്ടുകൾ, ലിസാന് നാവ്, ഹൽക്ക് തൊണ്ട. അത് ഇതുപോലെ മാച്ച് ചെയ്യാൻ വന്നാൽ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം കേട്ടോ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് എന്ത്? സിഫത്ത് എന്ന് പറയുന്നത്. സിഫാത്തുൽ ഹുറൂഫ് എന്നാൽ എന്ത്? ചോദ്യം വരും. ഹുറൂഫു സിഫത്ത് എന്നാൽ എന്ത്? ചോദ്യം വന്നാൽ ഇതാണ്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഇനി മർസദ് എന്നതിലെ റായിനെ ഡേഷ് ചെയ്യണം. മർസദ് എന്നതിലെ റായിന് എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ ആയത് കാരണം അവിടെ തഫീം ചെയ്യണം. തഫീം നമ്മളിപ്പോൾ തഫീമും തർക്കീക്കിലും തഫീം മാത്രമാണ് ഈ ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഓർത്താൽ മതി, തഫീം ചെയ്യണം എന്നതാണ്. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലൊമ്മോ വന്നാൽ തഫീമാണ്. അപ്പോൾ ഇവിടെ റായിനെ തഫീം ചെയ്യണം. അടുത്തതാ, ഉന്നത്തിൻ്റെ സന്ദർഭങ്ങളിൽ മീമിൻ്റെയും നൂനിൻ്റെയും മഹ്റജ് ഏതായിരുന്നു? തരിമൂക്കാണ്. ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമിൻ്റെയും നൂനിൻ്റെയും മഹ്റജ് തരിമൂക്കാണ്. ഫമൻ സക്കുലത്ത് എന്നതിലെ സാക്കിനായ നൂനിനെ ഡേഷ് ചെയ്ത് ഓതണം. നൂനിൻ്റെ ശേഷം ഏതാ അക്ഷരം വന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സാ ഏതിൻ്റെ ഹർഫാണ്? ഇഖ്ഫാ. അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്ത് ഓതണം എന്ന് എഴുതിയാൽ മതി. ഇഖ്ഫാ ചെയ്ത് ഓതണം. അടുത്ത ചോദ്യം, അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് താഴുന്നത് കൊണ്ടാണ് ഡേഷ് ഉണ്ടാകുന്നത്. എന്തായിരുന്നു? തർക്കീക്ക് അല്ലേ? അണ്ണാക്കിലേക്ക് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ് തഫീം ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് താഴുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. രണ്ടും മനസ്സിലാക്കിയാൽ മതി. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് താഴുന്നത് കൊണ്ട് തർക്കീക്ക്, അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീമും തർക്കീക്കും നന്നായി മനസ്സിലാക്കണം. ഇനി മദ്ദുല്ലീന് 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത് കേട്ടോ. മദ്ദുല്ലീന് അങ്ങനെ മനസ്സിലാക്കണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട 5 ഹർഫുകൾ ഏതെല്ലാം? ഏതായിരുന്നു മുഴക്കത്തോടെ? കുത്തുബ്ജദ്. മുഴക്കത്തോടെ കൽക്കലയുടെ അക്ഷരങ്ങളായ കുത്തുബ്ജദ്. അപ്പോൾ ഖാഫ്, തോ, ബ, ജീമ്, ദാല് ഇതാണ് കുത്തുബ്ജദ് ചേർത്ത് പറയുന്നത്. കൽക്കലയുടെ അക്ഷരങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഴക്കത്തോടെ ഉച്ചരിക്കുന്നു. എപ്പോഴാണ് ഈ കൽക്കലയുടെ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഖുറൈഷ് എന്നതിലെ മദ്. ഖുറൈഷ് എന്നതിൽ ഏതാണ് മദ്? മദ് ലീനാണ്. കാരണം എന്താണ്? ഫത്തഹയുടെ ശേഷം ലീനക്ഷരം വന്നിട്ടുണ്ട് അല്ലേ? ഫത്തഹയുടെ ശേഷം സുക്കൂനുള്ള യാ വന്നു. ഫത്തഹയുടെ ഉടനെ സുക്കൂനുള്ള യാവും വാവുമാണ് ലീനക്ഷരം. അതിനുശേഷം വഖഫ് കാരണം സുക്കൂന് വരുന്നു അല്ലേ? ഖുറൈഷ് അതാണ് മദ്ദുല്ലീന്. അപ്പോൾ എന്നതിലെ മദ് ഏതാന്ന് വെച്ചാൽ മദ്ദുല്ലീനാണ്. അടുത്തത് മന്നംബഅദ്. ഇതിലെ തൻവീനിൻ്റെ വിധി. മന്നംബഅദ് ഇവിടെയാണ് തൻവീൻ വന്നത് അല്ലേ? മന്നംബഅദ് എന്നതിൽ തൻവീന് ശേഷം ബാ.
തൻവീന് ശേഷം ബാ വന്നാൽ അത് ഇക്ലാബാണ്. അവിടെ മീമാക്കി ഉന്നത്ത് ചെയ്യണം എന്ന് കാണിക്കാനാണ്. തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം എന്നുള്ളതിനാണ് അവിടെ ഒരു മീമ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് മന്നംബത് എന്നതിൽ തൻവീനിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അവിടെ ഇക്ലാബ് എന്ന് എഴുതാം. ഇക്ലാബ്. അടുത്തത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തർക്കീക്കാക്കിയതിന് ഒരു ഉദാഹരണം. ജലാലത്തിൻ്റെ ഇസ്മ പറഞ്ഞാൽ അള്ളാഹു എന്ന പേര് വരുന്നതിനാണ് ജലാലത്തിൻ്റെ ഇസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ബിസ്മില്ല, റസൂലില്ല, അങ്ങനെ അള്ളാഹ് എന്ന നാമത്തിന് മുമ്പ് കസറ വരുന്നു. അപ്പോൾ ബിസ്മില്ല, മീക്ക് കസറ വന്നിട്ടും ലാ വന്നു. അതിനാണ് ബിസ്മില്ല എന്ന അള്ളാഹിനെ നമ്മൾ തർക്കീക്ക് ചെയ്യുന്നു, നേർപ്പിച്ച് പറയുന്നു. റസൂലില്ല അങ്ങനെ പറയുന്നു. പിന്നെന്താണ് റുസൂലില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ തഫീമാക്കണമെങ്കിലോ എങ്ങനെയാണ്? ജലാലത്തിൻ്റെ ഇസ്മിനെ ലാമിനെ തഫീമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലൊമ്മോ വന്നത് റുസൂലുല്ലാ, ഇന്നല്ലാ, റസൂലുല്ലാ, അങ്ങനെ അള്ളാഹ് എന്നതിന് മുമ്പ് ഫതഹോ ലൊമ്മോ വരുന്നതാണ് തഫീം. അള്ളാഹ് എന്നതിന് മുമ്പ് കസറ വരുന്നതാണ് തർക്കീക്ക്. അത് മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ ഇപ്പോൾ തർക്കീക്കിന് ഉദാഹരണം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ 2 ഉദാഹരണം എന്തായാലും പഠിച്ചു വെക്കുക. ബിസ്മില്ല, റസൂലില്ല, അങ്ങനെ 2 എണ്ണം. ഇനി തഫീമിനാണെങ്കിലോ റസൂലുല്ലാ, ഇലല്ലാ, അങ്ങനെ 2 എണ്ണം തഫീമിനും പഠിച്ചു വെക്കട്ടാ. ഇന്നല്ലാ എന്നൊക്കെ വരുന്നത് അള്ളാ എന്ന് പറയുന്നതാണ് തഫീമ്. ലില്ല, ഇല്ല എന്നൊക്കെ പറയുമ്പം ലില്ല എന്നൊക്കെ ബിസ്മില്ല എന്നൊക്കെ പറയുന്നതാണ് തർക്കീക്ക്. അത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ എത്രയാണ്? ഇസ്തിലായിൻ്റെ ഹർഫുകളല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹുസ്സലാത്തിൻ കീളാണ്. ഇത് 7 അക്ഷരങ്ങളാണ്. അപ്പോൾ 29 അക്ഷരത്തിൽ നിന്ന് 7 അക്ഷരങ്ങൾ പോയാൽ ബാക്കി 22 അക്ഷരങ്ങളാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതെന്തായാലും ഇസ്തിലായിൻ്റെ ഹർഫുകൾ 7, അത് എന്തായാലും നിർബന്ധമായിട്ട് എണ്ണം പഠിക്കുക, അക്ഷരങ്ങളും പഠിക്കുക. അതല്ലാത്ത ബാക്കി 22 ഹർഫുകൾ ഇസ്തിഫാലിൻ്റെ ആണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ നിന്ന് 5 എണ്ണം എഴുതുക, 7 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഹുസ്സലോത്തിൻ കിള അല്ലാത്ത അക്ഷരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഹുസ്സലോത്തിൻ കിള എന്നതിൽ ഹ ഓ ഹ ഓ അതിനൊക്കെ മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ആ അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഹുസ്സലോത്തിൻ കിള എന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇനി ഹൽക്കിൻ്റെ മേലേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഓർഡർ കൊടുത്താൽ മതി. അതായത് ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. ഹൽക്ക് എന്നുള്ളത് തൊണ്ടയാണ്. അതായത് ഇതിപ്പോൾ ഹൽക്ക് നമ്മളെ തൊണ്ടയാണെങ്കിൽ നമ്മളെന്താണ് അതിനെ 3 രീതിയാക്കണം. എങ്ങനെ? ഇത് താഴെ, ഇത് മദ്യം, ഇത് മേലെ, അങ്ങനെ 3 രീതിയിലാക്കിയിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഹൽക്കിൻ്റെ താഴത്തുനിന്ന് 2 അക്ഷരങ്ങൾ. ഹൽക്കിൻ്റെ അക്ഷരം ആദ്യം ഓർഡറിൽ വേണം. എന്ത്? ഹംസ ഹ താഴെന്ന്, പിന്നെ മദ്യത്തുനിന്ന് ഐനും ഐനും മദ്യം, പിന്നെ മേലെ അറ്റത്തുനിന്ന് ഓയിനും ഹാവും. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ ഹൽക്കിൻ്റെ മേലെ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതാന്ന് വെച്ചാൽ എഴുതാൻ കഴിയും. മനസ്സിലായില്ല? ഓയിനും ഹാവും ആണ് മേലെ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന പുള്ളിയുള്ള 2 അക്ഷരങ്ങൾ, ഓയിനും ഹാവും. ഇത് മദ്യത്തുനിന്ന് ഐനും ഹാവും ആണ്, 2 പുള്ളി ഇല്ല അല്ലേ? അപ്പോൾ ഇത് ഹംസ ഹ ഐന് ഹ ഓയിന് ഹാ, ഈ 6 അക്ഷരങ്ങളാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് ഈ ഒരു ഈ എന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ ഹംസ ഹ താഴെ, ഐനും ഹാവും മദ്യം, ഓയിനും ഹാവും മേലെ അറ്റത്തുനിന്ന്, അത് മനസ്സിലാക്കിയാലാണ്. ഇതെന്തായാലും വരും, ഏതെങ്കിലും ഒരു ഭാഗം എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ ഓപ്ഷനലായിട്ടോ മാച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ എഴുതാനായിട്ടൊക്കെ വരാം കേട്ടോ. ഇനി എന്താ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ലഫി ഹുസ്ർ എന്നതിലെ റായിനെ തഫീം ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ തഫീം ചെയ്യാൻ കാരണം എന്താണ്? ലഫി ഹുസ്ർ എന്നതിലെ റായിനെ തഫീം ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഖവായിദ് തർക്കീഖു റാ എന്നുള്ള അവസാനത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൽ 5 സന്ദർഭങ്ങൾ തഫീമാക്കുന്നത്, റായിനെ തഫീമാക്കുന്ന 5 സന്ദർഭങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 നന്നായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾ അത് ഓർഡറിൽ അതങ്ങനെ പഠിച്ചാൽ പോരാ. ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് വേണം നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ. എന്താണ്? ഇവിടെ ഹുസ്ർ എന്ന് പറയുമ്പോൾ ഇവിടെ ഹുസ്രി എന്നാണെങ്കിലും നമ്മളത് വഖഫ് ചെയ്യുമ്പോൾ എന്താണ്? ഹുസ്ർ എന്നാണ് പറയുക. അപ്പോൾ എന്താണ്? ഇതിന് സുക്കൂന് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ?
ഒരു സാക്കിനായ റാ ആണ് അല്ലേ? സുക്കൂനുള്ള റാ സാക്കിനായ റാ ആണ്, ഒന്നുമില്ലാത്തൊരു റാ പോലെ തന്നെയാണ്. ഹുസ്ർ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിർത്തുകയാണ്. അപ്പം എന്താണ്, സുക്കൂനുള്ള റായിന് മുമ്പ് അല്ലെങ്കിൽ സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന് മുമ്പ് ലൊമ്മ വരികയും ചെയ്തു. ഇതാണ് ഇവിടെ തഫീം ചെയ്യാൻ കാരണം. സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന് മുമ്പുള്ളതിന് ലൊമ്മ വരികയും ചെയ്തു. അപ്പോൾ ഇതിന് ഇവിടെ ഷഹർ എന്നാണെങ്കിലോ, ഷഹർ എന്നാണെങ്കിൽ ഇവിടെ ഫത്തഹാണ് ഫസ്റ്റ് ഈ അക്ഷരത്തിന് വരിക. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള ഒരു അക്ഷരവും അതിന് മുമ്പ് ഫത്തഹ ആവുകയും ചെയ്താലും തഫീമാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സന്ദർഭമായിട്ട് അതിൽ പഠിക്കുന്നുണ്ട്, സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന് മുമ്പുള്ളതിന് ഫത്തഹോ ലൊമ്മ ആവുകയും ചെയ്യുക. അതാണ് അവിടെ തഫീം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എഴുതേണ്ടത് എന്താണ്, സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള ഒരു അക്ഷരം അതിന് മുമ്പ് ലൊമ്മ വരികയും ചെയ്തു. ഇതാണ് തഫീം ചെയ്യാനുള്ള കാരണം. അതെഴുതാം. അപ്പോൾ ഇവിടെ വേർഡ്സ് മാറി വരുമ്പം നമുക്ക് ആ പാഠഭാഗത്തിൽ അതിൽ വന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് വരുള്ളൂ. ഷഹർ, ഫജർ, ഹുസ്ര, യുസ്ര. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഓരോന്നും പറയാൻ പഠിക്കുക. യുസ്ര എന്നതിൽ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള ഒരു അക്ഷരം അതിന് മുമ്പ് ലൊമ്മ വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞു പഠിക്കുക. നമുക്ക് റായിനെ തഫീം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കുറച്ച് ഉദാഹരണങ്ങളാണിത്. ഇർജിഇ എന്നതിൽ തഫീം ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇർജിഇ എന്നതിൽ സുക്കൂനുള്ള റായിന് മുമ്പ് പുതുതായിട്ട് കസറ വരികയാണ്. അപ്പോൾ അവിടെ ആരിലോട് കൂടി കസറ വന്നു. ഇർജിഇ എന്നതിൽ ആരിലോടെ കസറ വന്നു, അതുകൊണ്ടാണ് അവിടെ തഫീം ചെയ്തത്. അതുപോലെ പിന്നെ വരുന്നത് എന്താണ്, അമിർതാബു. അമിർതാബു എന്നതിലാ അതുപോലെ തന്നെ സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിൽ വന്നു. ഇർതാബു നമ്മൾ ഇവിടെ പുതുതായിട്ട് കസറ ആരിൽ വന്നു അല്ലേ, അതുകൊണ്ടാണ് അവിടെ തഫീം ചെയ്തത്. അതുപോലെ അല്ലദിർത്തല എന്ന് വരുന്നുണ്ട് അല്ലേ, അവിടെ എന്താണ്, സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിൽ എങ്ങനെയാണ്, അത് മുൻഫസിലോടെയാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായിട്ട് ഹംസ വരികയാണ്. അതാണ് ഇവിടെ സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസറ ആരിലോ മുൻഫസിലോ ആവുക എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, പുതുതായിട്ട് ആരിലോടെ കൂടിയിട്ടാണ് മുൻഫസിൽ വന്നത്. അപ്പോൾ അത് ഈ 3 ഉദാഹരണം തന്നിട്ട് ചോദിക്കുമ്പോൾ അത് തഫീമാണ്. എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ്, ഈ പോയിന്റാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അല്ലദിർത്തല, ഇർജിഇ, അമിർതാബു, ഈ 3 ഉദാഹരണങ്ങൾ മാത്രമാണ് അതിന് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ 3 ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് പറഞ്ഞ് പഠിക്കാൻ കഴിയണം കേട്ടോ. ഇനി എന്താണ്, ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ജഹറിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? ജഹർ ഹംസിൻ്റെ അക്ഷരങ്ങളല്ലാത്ത 19 ഹർഫുകളാണ് അതിന്. അത് ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്. ഹംസിൻ്റെ അക്ഷരങ്ങൾക്ക് കാറ്റോട് കൂടിയിട്ടാണ്. ഫഹസ്സഹു, ഷഹ്സുൻ, സക്കത്ത് എന്ന 10 ഹർഫുകൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ജഹർ, കാറ്റില്ലാതെ ഉച്ചരിക്കുന്നതാണ്. അതിൻ്റെ ഹർഫുകൾ 19 എണ്ണം. 10 എണ്ണം ഹംസിൻ്റെതാകുമ്പോൾ ബാക്കി 19, 29 അക്ഷരങ്ങളാണ് ഹിജായിയായ അക്ഷരങ്ങൾ കേട്ടോ. 29 അക്ഷരങ്ങളാണ് ഹിജായിയായ അക്ഷരങ്ങൾ. അതിന് 17 മഹ്റജുകളാണുള്ളത്. അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മഹ്റജ് ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? ഒരേ മഹ്റജിൽ നിന്ന് തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനിയോ, തഫീം ഉണ്ടാകുന്നത് എങ്ങനെയാണ് തഫീം ഉണ്ടാകുന്നത്? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തഫീം എന്ന് പറയുന്നത്. ആ തഫീം ഉണ്ടാകുന്നത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. ഇതുപോലെ തർക്കീക്ക് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാലോ, നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ടാണ്, താഴുന്നത് കൊണ്ട്, അണ്ണാക്കിലേക്ക് ഉയരാതെ താഴുന്നത് കൊണ്ടാണ്. എന്താണ് തർക്കീക്ക്? അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. അത് അവിടെ മനസ്സിലാക്കണം. ഇനി എന്താണ്, ലാമു ജലാലയെ തഫീം ചെയ്യേണ്ടത് എപ്പോൾ? ലാമു ജലാലയെ തഫീം ചെയ്യേണ്ടത് എപ്പോഴാണ്? അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലൊമ്മോ ആയാൽ ലാമു ജലാലയെ തഫീം ചെയ്യണം. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലൊമ്മോ ആയാൽ ലാമു ജലാലയെ തഫീം ചെയ്യണം. എന്നാൽ ഇതുപോലെ ലാമു ജലാലയെ തർക്കീക്ക് ചെയ്യേണ്ടത് എപ്പോൾ എന്ന് വെച്ചാൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ്
കസറ വന്നാൽ തർക്കീക്ക് ചെയ്യണം. കസറ ആയതിനാൽ അവിടെ തർക്കീക്ക് ചെയ്യണം. ഇനി അടുത്തത്, ഖുർആൻ എല്ലാ നിലക്കും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാവാൻ കാരണം എന്ത്? എന്താ കാരണം? അത് ഇലാഹി വചനങ്ങളായതുകൊണ്ടാണ്. അത് ഇലാഹി വചനങ്ങളായതുകൊണ്ടാണ് മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാവാൻ കാരണം. ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ടാണ്. എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? ഇസ്തിലായിൻ്റെ ഹർഫായ ഹുസ്സലോത്തിൻ എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകളാണ്. അപ്പോൾ ഹുസ്സലോത്തിൻ, ഹ, സോദ്, ലോദ്, ഓയിന്, തോ, ഖാഫ്, ലോ, ഈ 7 അക്ഷരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഖുർആൻ പാരായണ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹ്റജുകളെ കുറിച്ചുള്ള അറിവ്. മഹ്റജുകൾ 5 എണ്ണമാണ്. തൊണ്ട, നാവ്, ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം, ഇങ്ങനെ 5 എണ്ണമാണ്. അടുത്തത്, ഇസ്തിലാവും ഇത്തുബാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇസ്തിലാവും ഇത്തുബാക്കും? ഇസ്തിലാവ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കണം, ഇസ്തിലായ്. എന്നാൽ ഇത്തുബാക്കോ? നാവിൻ്റെ മുരടും മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫ്ഹീം ചെയ്യണം. അങ്ങനെ അത് രണ്ടും എഴുതണം. ഇസ്തിലായിൽ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തണം. ഇത്ബാക്കിൽ നാവിൻ്റെ മുരടും മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തണം. അത് രണ്ടും അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ് ഇത്തുബാക്കും ഇൻഫിത്താഹും, അതും മനസ്സിലാക്കണം. ഇത്തുബാക്കും ഇൻഫിത്താഹും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത്തുബാക്ക് നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ഉയരണം, എന്നാൽ ഇൻഫിത്താഹോ നാവിൻ്റെ മധ്യം അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം. അത് രണ്ടും അതുപോലെ മനസ്സിലാക്കണം. ഇനി തൻവീനിനെ ഇദാമം ബിഉന്ന ചെയ്തതിന് 2 ഉദാഹരണം. തൻവീനിനെ ഇദാമം ബിഉന്ന ചെയ്തതിന്, തൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ ഹർഫായ ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നതായിരിക്കണം. അപ്പോൾ തൻവീനിൻ്റെ 2 ഉദാഹരണം. ഹിസാബൈ യസീറ, തൻവീനിന് ശേഷം യാ, ഹിസാബൈ യസീറ. അതുപോലെ ഇമാമിം മുബീൻ, ഇമാമിം മുബീൻ, തൻവീന് ശേഷം മീമ വന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. നൂനാണ് വന്നെങ്കിൽ നൂനിൻ്റെ ശേഷം വന്നത്, അങ്ങനെ എഴുതാൻ മനസ്സിലാക്കണം. ഇതുപോലെ ഇദാം ബിഉന്ന വന്നതുപോലെ ഇദാം ബിലാ ഉന്ന വരാം, ഇക്ലാബ് വരാം. ഇഖ്ഫായിന് 2 ഉദാഹരണം, ഇൽഹാറിൻ്റെ ഉദാഹരണമൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. ഇനി 2ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ്. മദ്ദുൽ ഫർഇ ആണ് വന്നത്. എന്താണ് മദ്ദുൽ ഫർഇ? മദ്ദുകൾ 2 വിധം, അസ്ലിയും ഫർഇയും. ഫർഇയിൽ 5 ഇനങ്ങൾ. മദ്ദക്ഷത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാലാണ് മദ്ദുൽ ഫർഇ ഉണ്ടാകുന്നത്. മുത്തസില്, മുൻഫസില്, ലാസിം, ആരിദ്, ലീന്, ഇങ്ങനെ 5 എണ്ണമാണ് മദ്ദുൽ ഫർഇയിലെ ഇനങ്ങൾ. അത് മദ്ദുൽ ഫർഇ ഓരോന്ന് മുത്തസിൽ എഴുതിയ ഉദാഹരണവും അതെത്ര നീട്ടണം, മുൻഫസില്, ലാസിം, ആരിദ് ഒക്കെ ഉദാഹരണ സഹിതമൊക്കെ എഴുതി ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കണം. പിന്നെ ഇവിടെ അഹ്കാമുൻ നൂനി സാക്കിനത്ത് വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. സാക്കിനായ നൂനിനും തൻവീനിൻ്റെയും വിധികൾ 5 ആണ്. ഇൽഹാർ, ഇദാം ബിഉന്ന, ഇദാം ബിലാ ഉന്ന, ഇക്ലാബ്, ഇഖ്ഫാ, ഇങ്ങനെ 5 എണ്ണം. 5 എണ്ണത്തിനും ഓരോന്നിനും വിധികൾ എഴുതാം. ഇൽഹാർ വെളിവാക്കലാണ്, അക്ഷരങ്ങൾ എഴുതാം. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും വന്നാൽ വെളിവാക്കണം. ഇദാമും ബിലാ ഉന്ന, ഉന്നത്ത് കൂടാതെ ഓതലാണ്. ഇദാം ബിഉന്ന, ഉന്നത്തോടു കൂടി ഓതലാണ്. ഇക്ലാബ് മീമാക്ക് ഉന്നത്ത് ചെയ്യലാണ്. ഇഖ്ഫാ മറച്ചു മണിക്കലാണ്. അങ്ങനെ എഴുതി അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എഴുതി അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് എന്താണ്? തഫ്ഹീമുർ റാ. നമ്മൾ 3 പാഠത്തിലായിട്ടാണ് തഫ്ഹീമുർ റായിനെ കുറിച്ച് പഠിക്കുന്നത്. അത് വിശദമാക്കി മനസ്സിലാക്കി എഴുതണം. റായിനെ 5 സന്ദർഭങ്ങളിൽ തഫ്ഹീമായി ഉച്ചരിക്കുന്നു, 4 സന്ദർഭങ്ങളിൽ തർക്കീക്കാക്കി ഉച്ചരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 സന്ദർഭങ്ങളിലാണ് തഫ്ഹീം. അതിൽ ഒന്നാമത്തത് റായിൻ്റെ ഹർക്കത്ത് ഫത്ഹോ ലമ്മ ആവുക. 2 സുക്കൂനുള്ള റായിന് മുമ്പ് ഫത്ഹോ ലമ്മ ആവുക. 3 സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരം സുക്കൂനാവുകയും അതിന് മുമ്പുള്ളത് ഫത്ഹോ ലമ്മ ആവുക. 4 സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിലോ മുൻഫസിലോ ആവുക.
5 സാക്കിനായ റായിന് മുമ്പുള്ളത് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. ഇങ്ങനെ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അതാണ് തഫീമു റാ. പിന്നെ ലാമുൽ ജലാലയെ കുറിച്ച് എഴുതാമെന്ന ആ പാഠത്തിൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്തഹോ ലമ്മോ വന്നാൽ തഫീമും, അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് കസറ വന്നാൽ തർക്കീക്കും, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എഴുതി നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മളിലേക്ക് ഖുർആൻ എത്തിയതെങ്ങനെ, നാം എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ്റെ കൂട്ടുകാരനോട് ഖുർആൻ എന്ത് പറയും. ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. കൂട്ടിച്ചേർക്കലുകളോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ആശയ സമ്പൂർണതയോടെ അത് അന്ത്യനാൾ വരെ നിലനിൽക്കും. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. അള്ളാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സജ്ജരിതരായ സഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങി ഗുരു പരമ്പരയിലൂടെയാണ് നമുക്ക് ലഭിച്ചത് എന്നൊക്കെ ചേർത്തിട്ട് മനുഷ്യരായ നമ്മോടുള്ള അള്ളാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയും ആയിരിക്കണം നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കട്ടോ. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമുള്ള ഒരു ചോദ്യപേപ്പറായിട്ട് ഉപകാരപ്പെടുത്തണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.